രണ്ട് ദൈവദാസന്മാർ അപകട മരണത്തെ ഏറ്റുവാങ്ങത്തക്ക വിധം അനർത്ഥത്തിലേക്ക് നീങ്ങുന്നു. ദുർദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഭക്തന്മാർക്കുമുണ്ട്. ചിരിവരുന്ന് ഉപയോഗിക്കുന്ന വിദഗ്ധന്മാർ ആത്മീയ ലോകത്തുണ്ട്. ഞാനെന്നാൽ ഒരു സത്യം പറയട്ടെ, സുവിശേഷ യോഗം കലാപരിപാടിയല്ല. കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചാൽ പടവാളിനെ പോലും വഴിമാറ്റിവിടാൻ ഈ കണ്ണുനീരിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവിൻ്റെ രാത്രി നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ഒരു ദൈവപൈതലിൻ്റെ ജന്മപ്രകൃതിയാണ്, വീണ്ടും ജനിച്ചവൻ്റെ ജന്മപ്രകൃതിയാണ് ആരാധന. സ്തോത്രത്തോടും സ്തുതികളോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ഉയരുന്ന ഇടത്തേക്ക് മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിച്ചാട്ടെ. ഓരോരോ വ്യക്തികൾക്കും അവരവരുടെ ജന്മപ്രകൃതിയുണ്ട്. ഓരോ ജീവികൾക്കും അതതിൻ്റെ ജന്മപ്രകൃതികളുണ്ട്. 5 കോഴിമുട്ടയും 5 താറാവിൻ മുട്ടയും ഒരുപോലെ ഒരു കോഴിയുടെ കീഴിൽ വെച്ച് അടവെച്ച് വിരിച്ചിറക്കിയതിന് ശേഷം ഒരാറ്റുതീരത്ത് കൊണ്ടുപോയി ഈ 10 എണ്ണത്തെയും വിട്ടാൽ കോഴിക്കുഞ്ഞുങ്ങൾ കരയിലോട്ട് ഓടിക്കയറുന്നതും താറാവിൻ കുഞ്ഞുങ്ങൾ വെള്ളത്തിലേക്ക് നീന്താനിറങ്ങുന്നതും പഠിപ്പിച്ചിട്ടല്ല, ജന്മപ്രകൃതിയാണ്. കുരങ്ങ് മരം കയറുന്നത് ജന്മപ്രകൃതിയാണ്. എലി നെല്ല് തൊഴുതി പൊളിക്കുന്നത് ജന്മപ്രകൃതിയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾക്കൊരു ജന്മപ്രകൃതിയുണ്ട്. അത് മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അറിയുമ്പോൾ വായിൽ തെർമോമീറ്ററും പണ്ടത്തെ ശൈലിയിൽ കടിച്ചു പിടിച്ച് ഡോക്ടറിൻ്റെ മുമ്പിൽ രോഗിയിരിക്കുന്നത് പോലെ വാ പൂട്ടിയിരിക്കുകയല്ല, മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ സ്തോത്രത്തിൻ്റെ ആരാധന ഉയർത്തുകയാണ്. ഈക്കിരിപ്പാട്ടിയാണെങ്കിലും അവർ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേതാവ് സ്ഥലത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അവരിൽ ആവേശം അണപൊട്ടുമെങ്കിൽ നമ്മുടെ രാജാതിരാജാവ് ഇന്ന് രാത്രി കോമ്പൗണ്ടിന് നടുവിൽ തേജസ് ഉടുത്തുകൊണ്ട് ഉലാവിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആത്മീയ അനുഭവം പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. കർത്താവേ, ഈ രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ആ കരങ്ങളത് ഉയർത്തിപ്പിടിച്ചാട്ടെ, ശബ്ദം ഉയർത്തി എല്ലാ ദൈവമക്കളും ഒരുപോലെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി സാധാരണ രാത്രിയല്ല, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. മറ്റൊരാളിനോട് പങ്കുവയ്ക്കുവാൻ കഴിയാതെ മനസ്സ് തകർന്ന നിന്റെ കടുങ്കെട്ട് വീണ ചോദ്യത്തെ ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ കഴിവുള്ള യേശുവിൻ്റെ കരം ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ കരം ചില ബന്ധനങ്ങളെ അഴിച്ചെടുക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ തന്നെ അന്യഭാഷയിൽ ജാഗരിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ ജാഗരിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എളിയവൻ നിത്യജീവൻ്റെ വചനം തുറക്കുമ്പോൾ ഈ രാത്രിയിൽ പാപത്താൽ ബന്ധിക്കപ്പെട്ട ചില ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവിൻ്റെ കരം ഉയരുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം, ദൈവപ്രവൃത്തി വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ നിന്റെ ചരിത്രം മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കരമുയർത്തി സ്തോത്രം ചെയ്യണം.
ലോകം നിനക്കിട്ടിരിക്കുന്ന നാമം എന്തു തന്നെ ആയിരുന്നാലും നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ഉയർന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ നിന്റെ ചരിത്രം മാറും. നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മുൻപിലുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, പ്രാർത്ഥനയിൽ എൻ്റെ ചരിത്രം മാറ്റുന്ന ദൈവമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, ഞാൻ സേവിക്കുന്ന ദൈവം പ്രാർത്ഥനയിൽ എൻ്റെ ചരിത്രം മാറ്റുന്ന ദൈവമാണ്. ജന്മത്തിൻ്റെ പശ്ചാത്തലം എന്തു തന്നെ ആയിരുന്നാലും ഭൂതകാലം മാറ്റാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ നിന്റെ പേര് മാറ്റാതെ നിന്റെ ഭൂതകാലം എന്തായാലും നിന്റെ ഭാവി കാലത്ത് നിന്നെ കാത്തിരിക്കുന്ന അനർത്ഥങ്ങളെ മാറ്റാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന ഒരു സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ടാണ് ദൈവാത്മാവ് ഇന്ന് രാത്രി എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. നിന്റെ പേര് മാറ്റാതെ തന്നെ നിന്നെ കാത്തിരിക്കുന്ന അനർത്ഥങ്ങളെ വഴിമാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം. വിശുദ്ധ തിരുവെഴുത്ത് തുറക്കാം. നമുക്ക് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം. നമുക്കെല്ലാവർക്കും പുസ്തകം തുറന്ന് നിങ്ങൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധയൂന്നുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതിൻ്റെ 9-10 വാക്യങ്ങൾ, 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. മതി, കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായി ഗ്രഹിക്കാൻ കഴിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഒരു ബഹളപ്രസംഗത്തിന് തുനിയാതെ ഈ രാത്രി നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ദൂത് ആഴത്തിൽ സ്പർശിക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. മിമിക്രിയും മോണാക്റ്റും നാടകവും ഒക്കെ കലാപരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നവരുണ്ട്. സദസ്സിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ കലാവിദഗ്ധന്മാർ കയറിയാൽ സദസ്സിനെ കുടുകുട ചിരിപ്പിക്കാനുള്ള ചിരിമരുന്ന് അവരുടെ കൈകളിലുണ്ട്. ചിരി തുടങ്ങിയാൽ പിന്നെ നിർത്താത്ത വിധത്തിൽ അവരുടെ മുഖത്തിൻ്റെ വക്രിപ്പും കോഷ്ടിപ്പും ഒക്കെ കണ്ട് സദസ്സ് നന്നായി ചിരിക്കും. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഗാഠനിദ്രയ്ക്കിടയിൽ പോലും അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ സ്വപ്നം കണ്ട് ചിരിച്ചു പോകും. അത്തരം ചിരിമരുന്ന് ഉപയോഗിക്കുന്ന വിദഗ്ധന്മാർ ആത്മീയ ലോകത്തുണ്ട്. ഞാനെന്നാൽ ഒരു സത്യം പറയട്ടെ, സുവിശേഷ യോഗം കലാപരിപാടിയല്ല. ഇന്ന് രാത്രി ഞങ്ങളെ ചിരിപ്പിച്ചെഴുന്നേൽപ്പിക്കണം എന്നല്ല എൻ്റെ കൊതി, നിങ്ങളെ നിത്യതയെ നോക്കി കരയിപ്പിച്ചെഴുന്നേൽപ്പിക്കണം എന്നതാണ്. ഇന്ന് രാത്രി കരയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉയരും. അതുകൊണ്ട് രാത്രി നിങ്ങളുടെ കണ്ണുകൾ നിത്യതയ്ക്കായി തുറക്കുന്ന രാത്രിയാകട്ടെ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിലെ പ്രാർത്ഥന കൊണ്ട് ചരിത്രം മാറ്റിയ ഒരു ഭക്തനായ ദൈവഭൃത്യൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനാ വാചകത്തിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള 4 മർമ്മപ്രധാനമായ പ്രാർത്ഥനാ വിഷയങ്ങൾ. അത് സാധാരണ പ്രാർത്ഥനയായിരുന്നില്ല. ഈ ദൈവഭൃത്യൻ യബ്ബേസ്, ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ ഏതായാലും ദുഃഖനിമഗ്നമായ ഒരു പശ്ചാത്തലമായിരുന്നു. അവൻ്റെ അമ്മ അവന് വ്യസനത്തോടുകൂടെയാണ് പ്രസവിച്ചത്. അവന് കൊടുത്തിരിക്കുന്ന പേരിൻ്റെ നേരിട്ടുള്ള അർത്ഥം പോലും ദുഃഖം, കണ്ണുനീർ, വേദന എന്നാണ്. യഥാർത്ഥത്തിൽ വേദനാജനകമായൊരു പശ്ചാത്തലത്തിലാണ് യബ്ബേസ് രൂപം കൊണ്ടിട്ടുള്ളത്. മനസ്സ് നിറച്ചു നിൽക്കുന്ന വേദന കട്ട പിടിച്ച് കനീഭവിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ അമ്മ അവന് ജന്മം കൊടുത്തതിനോടനുബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ ഉയർന്നിട്ടുള്ള ചരിത്ര പശ്ചാത്തലത്തിൻ്റെ വിലയിരുത്തലിൽ ഇടനെഞ്ച് പൊട്ടിക്കരയുന്ന രാത്രിയുടെ യാമങ്ങളിൽ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ അണപൊട്ടി ഒഴുകുന്ന ഏകാന്ത
ഏകാന്തതകളിൽ ജന്മവും പശ്ചാത്തലവും ഓർത്ത് വിങ്ങി വിങ്ങി നിലവിളിക്കുന്ന അവൻ വിഷയത്തെ തകർച്ചയ്ക്ക് നടുവിൽ കർത്തൃസന്നിധിയിൽ വയ്ക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയുന്നു, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഇയ്യോബിൻ്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആ കരം ഇറങ്ങി വന്ന് ചലിച്ചാൽ നിന്റെ ചരിത്രം മാറ്റാൻ കഴിവുള്ള കരമാണ് ആ തേജസ്സിൻ്റെ കരം. ഇന്ന് രാത്രി ജ്വലിക്കുന്ന ആ കരം ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ മൂടി നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. സാധാരണ ഭാഷയല്ല, ഉള്ളു തൊട്ടുള്ള പ്രാർത്ഥന, ചങ്ക് തകർന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ എബ്ബേസ് ഉയർത്തുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന സ്ഥിതി പോലെ തന്നെ ഔപചാരികതയുടെ പ്രാർത്ഥനയല്ല, വാക്കുകളുടെ നയാഗ്രാപ്രവാഹത്തിൻ്റെ പ്രാർത്ഥനയല്ല, ഭാഷയുടെ മണിപ്രവാള ശൈലിയുടെ പ്രാർത്ഥനയല്ല, കണ്ണുനീർ കുതിർന്നുള്ള പ്രാർത്ഥന. ഒരു വസ്തുത ഓർക്കുക, കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചാൽ പടവാളിനെ പോലും വഴിമാറ്റിവിടാൻ ഈ കണ്ണുനീരിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പറയണം, കർത്താവേ കണ്ണുനീർ എനിക്ക് മടക്കി തരണമേ. ശബ്ദം ഉയർത്താൻ കഴിയുമോ? കണ്ണുനീർ എനിക്ക് മടക്കി തരണമേ. കണ്ണുനീർ എന്ന് പറയുന്നതും കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന എന്ന് പറയുന്നതും അപമാനമല്ല, അത് അഭിമാനമാണ്. വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ചെവി തുറന്ന് കേൾക്കണം. ആരൊക്കെ കരഞ്ഞിട്ടുണ്ട്? കരഞ്ഞ ഭക്തന്മാർ കണ്ണുനീരിൽ എന്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ശരീരസ്രവങ്ങളുടെ ഇടയിൽ അതിശ്രദ്ധേയമായതും അത്ഭുതകരവുമായ ഒരു പ്രത്യേക സ്രവമാണ് കണ്ണുനീർ. നിങ്ങൾ കണ്ണുനീരിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നവജാത ശിശുവിന് കണ്ണുനീരുണ്ടോ? ജനിച്ചു വീഴുന്ന കുഞ്ഞിന് കണ്ണുനീരുണ്ടോ? ഇല്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് കണ്ണുനീരില്ല. ശബ്ദം ഉയർത്തുമെങ്കിലും ദൈവത്തിൽ ലങ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പവറാകത്തക്ക പശ്ചാത്തലമുണ്ടാകുമെങ്കിലും കണ്ണുനീർ ഗ്രന്ഥികൾ രൂപപ്പെടാത്തിടത്തോളം കാലം ജന്മശിശുവിന് കണ്ണുനീരില്ല. എന്നാൽ ചില ആഴ്ചകൾക്കുള്ളിൽ കണ്ണുനീർ ഗ്രന്ഥികൾ ശക്തമാകും, കരയും. ആ കരച്ചിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കണ്ണുനീരുണ്ട്. കണ്ണുനീർ കരിങ്കല്ലിനേക്കാൾ കഠിന ഹൃദയനും കണ്ണുനീരുണ്ട്. കണ്ണുനീർ എന്ന് പറയുന്നത് നമുക്ക് 3 ടൈപ്പിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ലൂബ്രിക്കേഷൻ കണ്ണുനീരുണ്ട്, അതെല്ലാവരുടെയും കണ്ണുകൾക്കകത്തുണ്ട്. 2, പ്രൊട്ടക്ഷൻ കണ്ണുനീരുണ്ട്, അതാണ് പുക ഉയരുമ്പോൾ ഉള്ളി മുറിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന കണ്ണുനീർ, അത് പ്രൊട്ടക്ഷൻ കണ്ണുനീരാണ്. 3-മത്തേത് വികാരങ്ങൾ ഉയരുമ്പോൾ ഉള്ള കണ്ണുനീർ, അത് സാധാരണ കണ്ണുനീരല്ല, അത് നിന്റെ ചരിത്രം മാറ്റാൻ ശക്തിയുള്ള അതിശക്തമായ ആയുധമാണ്. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയണം കേട്ടോ. ഫിംഗർ പ്രിന്റിനേക്കാൾ കൃത്യതയോടെ ഒരു വ്യക്തിക്ക് മാത്രം വ്യത്യസ്തമായി അവകാശപ്പെടാൻ കഴിവുള്ള ആ ആളിൻ്റെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ദൈവത്തിന് സ്തോത്രം ശരീരത്തിൻ്റെ സ്രവമാണ് കണ്ണുനീർ. ഓർക്കണം, എൻ്റെ കണ്ണുനീരിൻ്റെ അകത്തുള്ള ഘടന ഇവിടെ ഇരിക്കുന്ന ഒരാളിൻ്റെ കണ്ണുനീരിൻ്റെ അകത്തുമില്ല എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റിനേക്കാൾ കൃത്യതയോടെ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി കണ്ണുനീരിൽ തെളിയാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ഭക്തന്മാർ ചിലർ കരഞ്ഞിട്ടുണ്ട്. അവർ കരഞ്ഞിട്ടുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു വേദപുസ്തകം കണ്ടിട്ടുള്ളതിൽ വെച്ചും മനുഷ്യത്വത്തിൻ്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷ വേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. ഒന്ന് കരം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. മനുഷ്യത്വത്തിൻ്റെ ജഡത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വന്നിരിക്കുന്നു. മനുഷ്യത്വത്തിൽ അവൻ ഒരു സ്ത്രീയുടെ ഗർഭഗ്രഹത്തിൽ ഉരുത്തിരിഞ്ഞു. എന്നാൽ ദൈവത്വത്തിൽ ആ ജന്മം സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാത്ത ജന്മമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന അസാധാരണ ശക്തി ഓർത്താൽ നമുക്ക് കൈകെട്ടി വാപൂട്ടി ഹിമാലയ പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ പറ്റില്ല. അത്രമാത്രം വലിയവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശു. ഈ രാത്രി ഒന്ന് കരമുയർത്തി പിടിച്ച് യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി പറയാമോ? നിങ്ങൾക്കറിയാമോ,
എക്സ് ക്രോമോസോമുകളാണ് സ്ത്രീകളുടെ ബ്ലഡിലുള്ളത്. എന്നാൽ XY ക്രോമോസോമുകളാണ് ഒരു പുരുഷന്റെ അതേ ശരീരത്ത് ഉള്ളടക്കം ചെയ്തിട്ടുള്ളത്. ഇതിൽ സഹസ്രാബ്ദങ്ങളോളം പിന്തുടരുവാൻ കഴിവുള്ള ശരീരത്തിലെ പിന്തുടർച്ച പകരുന്നത് എക്സ് ക്രോമോസോമുകളല്ല, Y ക്രോമോസോമുകളാണ്. ശാസ്ത്രത്തോട് ചോദിച്ചാൽ, കുട്ടികൾ പഠിക്കുന്നതോട് ചോദിച്ചാൽ പറയും Y ക്രോമോസോമുകൾ ഒരു പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും എത്ര ജനറേഷനിലേക്ക് പകരും എന്ന് ചോദിച്ചാൽ സ്തോത്രം പറയാം, 60,000 വർഷം വരെ Y ക്രോമോസോമുകളിലൂടെ ആ കുടുംബത്തിൻ്റെ അപ്പൻ്റെ 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 വല്യപ്പൻ്റെ അപ്പൂപ്പൻ്റെ അവൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ ജനിതക ഘടന എടുക്കാൻ കഴിയും ഒരു പിതാവിൽ നിന്ന്. അമ്മയിൽ നിന്നല്ല പകരുന്നത്, അപ്പനിൽ നിന്നാണ്. കാരണം അപ്പനിൽ നിന്നുള്ള ഈ Y ക്രോമോസോമുകൾക്ക് 2500 അപ്പന്മാരുടെ പിന്തുടർച്ചയുണ്ടെന്ന്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ 2500 അപ്പന്മാരുടെ പിന്തുടർച്ച എൻ്റെ അകത്തുണ്ട്. എൻ്റെ രക്തത്തിൻ്റെ ക്രോമോസോമുകളെ വിഭജിച്ചെടുത്താൽ എൻ്റെ Y ക്രോമോസോമുകളിലൂടെ എൻ്റെ ജന്മം തന്ന പിതാമഹന്മാരുടെ കുടിയേറ്റ ചരിത്രം എടുക്കാൻ ശാസ്ത്രത്തിന് കഴിയും. അപ്പോൾ എൻ്റെ അപ്പൻ്റെ രക്തം, എൻ്റെ വല്യപ്പൻ്റെ രക്തം, എൻ്റെ 2500 കൊല്ലം പിതാക്കന്മാരുടെ പുറകിലുള്ള പ്ലേറ്റുകൾ അതുപോലെ എൻ്റെ രക്തത്തിൽ ട്രേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആദാമ്യ കുലത്തിലൂടെ മാത്രമാണ് ഈ ഭൂമിയിലെ മുഴുവൻ ജന്മങ്ങളും നടന്നിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ജനിപ്പിച്ചു എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ ജനിപ്പിച്ച അപ്പൻ മനുഷ്യകുലത്തിലില്ലാത്ത, ജനിപ്പിച്ച അമ്മ ഉദരത്തിൽ രൂപം കൊണ്ട് അമ്മയുടെ പേര് മാത്രമുള്ള ഒരുവനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് പ്ലേറ്റോ അല്ല, അത് അരിസ്റ്റോട്ടിലല്ല, അത് സോക്രട്ടീസ് അല്ല, അത് മുഹമ്മദ് നബി അല്ല, അത് കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ നസറേനായ യേശുവാണ്. യേശുവിന്റെ അപ്പൻ ജോസഫ് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രസംഗത്തിന് പ്രസക്തിയില്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ മനുഷ്യത്വത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് കരഞ്ഞു, ഇല്ലേ? അവൻ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. അവൻ കരഞ്ഞു എങ്കിൽ നമുക്കും കരയുന്നത് അഭിമാനമാണ്. ചുവരോട് ചേർന്ന് കിടന്ന് കരഞ്ഞ ദൈവദാസന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മരണം ദൈവം മാറ്റി വെച്ചെങ്കിൽ ഇന്ന് രാത്രി അർഹിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. നിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ നിന്റെ ചരിത്രം മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യബ്ബേസ് പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. യബ്ബേസ് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. 2, അനുഗ്രഹിച്ച് എൻ്റെ അതിർ നീ ഒന്ന് വിശാലമാക്കണം. എനിക്ക് ആസക്തിയുള്ള ഒരു കൊതി എൻ്റെ സിരകളിൽ ജ്വലിക്കുന്നു. എനിക്ക് ദൈവികമായ ഒരു അനുഗ്രഹം വേണം. ഇന്ന് രാത്രി എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് എനിക്ക് ദൈവികമായൊരു അനുഗ്രഹം വേണമെന്ന് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ. പ്രാപൂട്ടി മൗനമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മൗനമായി തന്നെ ഇന്ന് രാത്രി മടങ്ങും. എന്നാൽ ഈ രാത്രി ലജ്ജ കൂടാതെ അഭിമാനത്തിൻ്റെ മുഖം മൂടി പറിച്ചു മാറ്റിയിട്ട് എനിക്കൊരു ദൈവിക അനുഗ്രഹം വേണം എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ഭൗതികമായി വെട്ടിപ്പിടിക്കുന്ന, തട്ടിപ്പറിക്കുന്ന, പറ്റിച്ചെടുക്കുന്ന നേട്ടമല്ല, എനിക്കൊരു ദൈവിക അനുഗ്രഹം വേണം എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ നിശ്ചയമായും ഒന്ന് അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിർ നീ ഒന്ന് വിശാലമാക്കണം. വസ്തുവിൻ്റെ അതിരല്ല, പിന്നെ എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളുടെ അതിരുകൾ എനിക്കൊന്ന് വിശാലമാകണം. എൻ്റെ അതിർ നീ ഒന്ന് വിശാലമാക്കണം. മാത്രമല്ല നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. അതിർ വിശാലമാകുമ്പോൾ ശത്രുത ഉയരും, ശക്തമാണ്. എന്നാൽ ഈ രാത്രി ഓർക്കുക, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം എൻ്റെ പുറകിലുണ്ട്. ഈ സഭയോട്, ഈ സമൂഹത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, എന്തൊക്കെ പ്രതികൂലങ്ങൾ എതിരെ ഉയർന്നാലും അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. എൻ്റെ അതിർത്തി വിശാലമാക്കണം. നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം.
നാലാമത്തെ പ്രാർത്ഥനാ വിഷയമാണ് ഹൃദയസ്പർശകമായ പ്രാർത്ഥനാ വിഷയം. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണം. അനർത്ഥം വ്യസന കാരണമാകരുത്. എന്താണ് അനർത്ഥം? അനർത്ഥം എന്താണ്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ നിയോഗം പറയാം. നിങ്ങൾ ഈ രാത്രി കളിക്കളത്തിലല്ല, നിങ്ങൾ ഇന്ന് രാത്രിയിൽ പോർക്കളത്തിലാണ്. ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ചില വ്യക്തികൾക്ക് നേരെ എയ്ത് വിടേണ്ടതിന് കാത്തു നിൽക്കുന്ന ചില അനർത്ഥങ്ങളുണ്ട്. എന്നാൽ അനർത്ഥത്തെ വഴിമാറ്റാൻ കഴിവുള്ള ഒരു ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടേണ്ട വാഗ്ദത്ത നിവർത്തിക്കെതിരെ പാതാള ശക്തികൾ കരുതിക്കൂട്ടി നിർത്തിക്കൊണ്ടിരിക്കുന്ന ചില കരുനീക്കങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നു. നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇവിടെ ഇരുത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, അനർത്ഥം വഴിമാറ്റിയ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് രാത്രി അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ശബ്ദമുയർത്തി പറയണം, കർത്താവേ എൻ്റെ അനർത്ഥങ്ങൾ വഴിമാറ്റിയതിന് നന്ദി. ഒന്ന് കരമുയർത്തി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? എൻ്റെ കൂടെപ്പിറപ്പെ, ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത് നിന്റെ രക്തത്തിന്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതലല്ല, എൻ്റെ ദൈവം അനർത്ഥം അനുവദിക്കാഞ്ഞത് കൊണ്ടാണ്. രക്തത്താൽ ജയം. ആ ഇരുന്ന് വീഴ്ചയിൽ സ്പൈനൽ കോഡ് തകരാഞ്ഞത് എൻ്റെ ദൈവം അനർത്ഥത്തിന് നിന്നെ വിട്ടുകൊടുക്കാഞ്ഞത് കൊണ്ടാണ്. ആ ആക്സിഡന്റ് നിനക്ക് മരണകാരണമാകാഞ്ഞത്, ആ അനർത്ഥം നിന്റെ മേൽ പിടിമുറുക്കാൻ ദൈവം അനുവദിക്കാഞ്ഞത് കൊണ്ടാണ്. ആ അർദ്ധരാത്രിയിലെ ഹൃദയാഘാതം നിന്റെ ജീവൻ എടുക്കാൻ അനുവദിക്കാഞ്ഞത്, അനർത്ഥം ദൈവം നിനക്ക് അനുവദിക്കാഞ്ഞത് കൊണ്ടാണ്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് പറയണം, എൻ്റെ ആയുസിന്റെ ഇന്നലകളിൽ എനിക്കെതിരെ പാഞ്ഞിറങ്ങിയ നിരവധി അനർത്ഥങ്ങളെ എൻ്റെ ദൈവം വഴിമാറ്റിയത് എൻ്റെ കഴിവ് കൊണ്ടല്ല. ഇന്ന് രാത്രി ഒരു അസാധാരണ ആത്മപകർച്ച ഇരിക്കുന്ന ദൈവമക്കളുടെ ശിരസിന് മീതെ വ്യാപരിക്കുന്നു. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവാത്മാവ് പറയുന്നു, ശക്തമായി പ്രാർത്ഥിക്കുക. ഇന്നലെ അനർത്ഥം വഴി മാറ്റിയ ദൈവം നാളെയും അനർത്ഥം വഴി മാറ്റാൻ ശക്തനാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദുർദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഭക്തന്മാർക്കുമുണ്ട്. ഏദൻ പറുദീസയിൽ ചാഞ്ചല്യമായ ദൈവ തേജസ്സിന്റെ പ്രഭാകാന്തിയിൽ മുഴുകി നിൽക്കുമ്പോൾ ഒരു ദിവസം ഹൗവ അമ്മച്ചി ഏദൻ പറുദീസയുടെ കവാടഭാഗത്തുള്ള പിശാചിനോട് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടതോടെ അവരുടെ ദിവസം തുടങ്ങുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ഇന്ന് രാത്രി ഇത് ദൂതായി പരിഗണിച്ചു കൊള്ളുക, ഇത് മനസാക്ഷിയിൽ കോറിയിട്ട് കൊള്ളണം. സ്തോത്രം. വീട്ടിൽ അപ്പന്റെ വാർദ്ധക്യത്തിലെ വാത്സല്യ പുത്രനായി കഴിയുന്നതിനിടയിൽ സഹോദരങ്ങളെ തേടി യാക്കോബിന്റെ ഇളയ മകൻ ജോസഫ് യാത്ര ചെയ്തതാണ്. പക്ഷേ അവരുടെ അടുക്കലേക്ക് അവർ ദോദാനിലുണ്ടെന്നറിഞ്ഞ് ഭക്ഷണ പൊതിയുമായി എത്തിച്ചേർന്നതോടെ ആ ഭക്തന്റെ അനർത്ഥ ദിവസം ആരംഭിക്കുകയായിരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു. കൂട്ടത്തിൽ സാത്താനും ചെന്നു. അതോടുകൂടെ ഭക്തനായ ഇയ്യോബിന്റെ അനർത്ഥ ദിവസം ആരംഭിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാച്ചർ മൊർദെഖായി അത് ശൂശൻ രാജധാനിയിലെ കൊട്ടാരവാതുക്കൽ കയറി വരുന്ന ഹാമാന്റെ മുൻപിൽ എഴുന്നേൽക്കാത്ത ഒരു സാഹചര്യം സംഭവിച്ചു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ അനർത്ഥകാലം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഭക്തനാണോ നീ? നിന്റെ അനർത്ഥത്തിന്മേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾ എത്ര ക്രൂരമാണെങ്കിലും ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവ് പറയുന്ന നിയോഗം എഴുതി വെച്ചുകൊള്ളുക.
കൊലക്കുഴിയും കാരാഗ്രഹവും പൊത്തിപ്പേറിന്റെ വീടും ചെയ്യാത്ത കുറ്റത്തിന് തുണിത്തുണ്ടുയർത്തിയ തെളിവുകളും അവതരിപ്പിച്ചാലും ഒരു ദിവസം അനർത്ഥത്തിന്റെ ആഴക്കടലിൽ നിന്ന്, കാരാഗ്രഹത്തിന്റെ മുൾമുനയ്ക്കകത്തു നിന്ന് കൊട്ടാരത്തിന്റെ സമൃദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വഴിമാറ്റാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ മുഴുവൻ മടക്കി കൊടുത്തുകൊണ്ട് ഇയ്യോബിന്റെ ചരിത്രത്തെ തിരിച്ചുപിടിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ, കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് കുരുക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹാമാനെ, നീ എത്ര പ്രബലനാണെങ്കിലും ആർക്കു വേണ്ടി നീ കഴുകുമരം ഒരുക്കിയോ അവന്റെ കഴുത്തിലല്ല, നിന്റെ കഴുത്തിൽ ഇത് തിരിയത്തക്ക വിധം അവന് വേണ്ടി നീ ഒരുക്കിയ അനർത്ഥത്തെ വഴിമാറ്റാൻ കഴിവുള്ള ദൈവമാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം സ്വർഗത്തിന്റെ ചാരികസേരയിൽ ചാരിക്കിടന്നുറങ്ങുന്ന ഒരു പൊട്ടൻ രൂപമല്ല. ഈ രാത്രി എന്റെ കണ്ണുനീരിന് മുൻപിൽ അനർത്ഥം വഴിമാറ്റാൻ, ഗ്ലോറി, രക്തത്താൽ ജയം തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുന്നു ദൈവത്തിന്റെ തേജസ് ഈ കൺവെൻഷന്റെ മീതെ നിറഞ്ഞു നിൽക്കുകയാണ്. മുൾപ്പടർപ്പിന് മീതെ പൊതിഞ്ഞതുപോലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ദൈവത്തിന്റെ തേജസിന്റെ വ്യാപാരം നിന്റെ ശരീരത്തിന്റെ കോശങ്ങളെ പൊതിയുകയാണ്. നിന്നെ കത്തിച്ച് ചാമ്പലാക്കുന്ന തീ അല്ല ഇന്ന് രാത്രി നിനക്ക് ചുറ്റും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കെതിരെ വരുന്ന കൃമികീടങ്ങളെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു പ്രൊട്ടക്ഷന്റെ തീ ഇന്ന് രാത്രി ഇതിനകത്ത് ബലത്തോടെ വ്യാപരിക്കുന്നു. യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടന്നാൽ ഞാനതിന് ചുറ്റും തീമതിലായിരിക്കും എന്നരുളി ചെയ്തവന്റെ തീയുടെ സുരക്ഷിതത്വം പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ദൈവശക്തിയായി വ്യാപരിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ രാത്രി ചങ്കു പൊട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ഇന്ന് രാത്രി ഈ ദൂത് ചില വ്യക്തികളുടെ ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. വ്യക്തികളുടെ ഹൃദയങ്ങളോട് ചില ലക്ഷണങ്ങൾ ശരീരത്തിൽ തുടക്കം കുറിച്ചിട്ടില്ലേ? ചില ബലഹീനതകൾ ശരീരത്തിൽ ആരംഭിച്ചിട്ടില്ലേ? ചില മുഴകൾ ശരീരത്തിൽ പ്രത്യക്ഷമായി തുടങ്ങിയിട്ടില്ലേ? ചില ദഹന വ്യവസ്ഥകളുടെ തകർച്ചകൾ ശരീരത്തിൽ ആരംഭിച്ചിട്ടില്ലേ? ആയുസ്സിൽ ഇന്ന് വരെ കാണാത്ത ചില മാറ്റങ്ങളുടെ കാർമേഘപടലങ്ങൾ ശരീരത്തിൽ രൂപം കൊണ്ട് തുടങ്ങിയിട്ടില്ലേ? എന്നാൽ ഇന്ന് രാത്രി പറയാം, അതിനെ അനർത്ഥമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ചില അപകടങ്ങളെ ഈ രാത്രി ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ കരിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിയാണ് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നതെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പോരാ. ഗ്ലോറി, ഹല്ലേലൂയ. കരമുയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്, എൻ്റെ അനർത്ഥം എനിക്ക് വഴിമാറ്റണം ദൈവമേ, എൻ്റെ അനർത്ഥം എനിക്ക് വഴിമാറ്റണം ദൈവമേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ ആത്മീയ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. 2026 ദിനങ്ങളിൽ നിന്റെ കുടുംബത്തെ കാത്തിരിക്കുന്ന ചില അനർത്ഥങ്ങളെ പ്രാർത്ഥനയ്ക്ക് വഴിമാറ്റാൻ കഴിയും. ആത്മനിയോഗത്തോടെ ഒന്നുകൂടെ ഞാൻ ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ദൈവഭൃത്യൻ എന്ന നിലയിൽ നിയോഗത്തോടെ പറയുന്നു, പ്രവചനാലോചന പോലെ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള ദൈവമക്കളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ചരിത്രം എന്തു തന്നെയായിരുന്നാലും അത് കണ്ണുനീരിൽ കുതിർന്നിട്ട് വേദനയിൽ ഉരുത്തിരിഞ്ഞാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെങ്കിലും അണപൊട്ടി ഒഴുകുന്ന കവിൾത്തടത്തിലെ കണ്ണുനീർ പ്രവാഹമാണ് ജീവന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിലും ചരിത്രം എന്ത് തന്നെ ആയിരുന്നാലും നിന്റെ പേര് മാറ്റാതെ നിന്റെ ഭാവി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഞാൻ സേവിക്കുന്ന ദൈവം ചില അനർത്ഥങ്ങളെ വഴിമാറ്റും. ഞാൻ റാന്നിയിൽ ഒരു ഡിസ്ട്രിക്ട് ശുശ്രൂഷകനാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ അടുത്ത് ഞാൻ വചനം ശുശ്രൂഷിക്കുന്നതും സഭാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും. ഞാൻ ജനിച്ച സ്കൂൾ, അത് സ്ഥലം, ഞാൻ വളർന്ന സ്ഥലം, എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബം, അങ്ങനെ എല്ലാം റാന്നിയിലാണ്. റാന്നിയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുമ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ദൂത് മുഴങ്ങുമോ,
എന്ന ചോദ്യത്തിന് അവിതർക്കിതമായ ഉത്തരം ഞാൻ പറയാം. വചന ശുശ്രൂഷയ്ക്ക് മുൻപിൽ ദൈവാത്മാവ് ആലോചന പങ്കുവയ്ക്കുമ്പോൾ അതിന് നടുവിൽ തന്നെ സ്വർഗത്തിന്റെ ഓപ്പറേഷൻ നടക്കും. പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ ഉയർന്നു നിൽക്കുന്ന അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവത്തിന് കഴിയും. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അലസതയ്ക്കല്ല, പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവത്തിന്റെ കരമുയരും. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടക്കുകയാണ്. ആത്മീയ ലോകത്തിൽ ദൈവദാസന്മാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടാവസ്ഥ ഞാൻ പറയാം. അതിപരിശുദ്ധവും പവിത്രവുമായതിനോടുള്ള അമിതമായ സംസർഗം നിമിത്തം ഇതിൻ്റെ അസാധാരണത്വവും ദിവ്യത്വവും സർവ്വസാധാരണമായി ഭവിച്ച് കാലത്തിൻ്റെ യാത്രയിൽ വചനത്തോടുള്ള അമിത ഇടപഴക്കം കൊണ്ട് ആദരവ് കുറയുന്ന ഒരു അനർത്ഥമുണ്ട്. ഇറങ്ങിത്തിരിച്ച പ്രാരംഭ നാളുകളിൽ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ എടുത്തു. പക്ഷേ ഇതിനോടുള്ള അമിത പരിചയം വർദ്ധിച്ചു കഴിയുമ്പോൾ ആദരവ് കുറയും. പക്ഷേ അത് അപകടത്തിലേക്ക് നീങ്ങും. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ അവിടെ ഒരു ആലോചന മുഴങ്ങി. ആലോചന ഇതാണ്: 2 ദൈവദാസന്മാർ അപകട മരണത്തെ ഏറ്റുവാങ്ങത്തക്ക വിധം അനർത്ഥത്തിലേക്ക് നീങ്ങുന്നു. ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ശുശ്രൂഷ പൂർത്തിയാകുന്നതിന് മുൻപ് ആയുസ്സിനെ അവസാനിപ്പിക്കാൻ ഉയരുന്ന പോരാട്ടത്തെ മുറിക്കാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന 10-40ഓളം ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് മധ്യേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ 2 ദൈവദാസന്മാരുടെ ശാരീരിക തകർച്ചയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു കർത്തൃദാസൻ ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നൊരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ തല തകർന്ന് ലോകത്തോട് വിട പറയുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചു. മറ്റൊരു ദൈവദാസൻ, ഞാൻ ഏറെ സ്നേഹിച്ച മറ്റൊരു ദൈവഭക്തൻ, വെളുപ്പാങ്കാലത്ത് കാർ ഓടിച്ചു വരുമ്പോൾ അതിഭയങ്കരമായ ആക്സിഡന്റിൽ ശരീരം ചിന്ന ഭിന്നമായി ലോകത്തോട് വിട പറയുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചു. ആ ദൂതവിടെ മുഴങ്ങിയപ്പോൾ അടുത്തിരിക്കുന്ന 2 ദൈവദാസന്മാർക്ക് ഇത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇന്ന് രാത്രി ആത്മനിയോഗമുള്ള ദൈവമക്കളുടെ മുൻപിൽ പറയാം, അർഹിക്കുന്ന ഗൗരവത്തോടെ ഏറ്റെടുത്തിട്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ അധികാരത്താൽ അതിർത്തി വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് അനർത്ഥങ്ങളെയും വഴിമാറ്റാൻ കഴിവുള്ള ദൈവകരമാണ് ഇതിന് നടുവിൽ ചലിക്കുന്നത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം സാധാരണക്കാരനല്ല. അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരിക്കത്തക്ക വിധം എന്നെ കാക്കുവാൻ കഴിവുള്ള ദൈവം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരിക്കത്തക്ക വിധം എന്നെ കാക്കാൻ കഴിവുള്ള ദൈവം. അനർത്ഥം വ്യസന കാരണമാകുക. എന്താണ് അനർത്ഥം? പ്രതീക്ഷിക്കാത്ത അപകടമാണ് അനർത്ഥം. അത് പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. അടുക്കുമ്പോൾ തളപ്പ് പൊട്ടിയാൽ അതാണ് അനർത്ഥം. കരയടുക്കുമ്പോൾ തുഴ പോയി വള്ളം മറിഞ്ഞാൽ അതാണ് അനർത്ഥം. പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി അപ്രതീക്ഷിതമായി സംഭവിക്കുക. എന്നാൽ ഞാൻ പറയട്ടെ, അത് മാറ്റാൻ നിന്റെ തലച്ചോറിന്റെ ശക്തിക്ക് കഴിയില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കഴിയും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പറയണം, എൻ്റെ അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ചലിക്കണം. നമ്മളൊന്ന് കണ്ണുയർത്തി നോക്കൂ. ലോകത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ ഒരു ദിവസം അനർത്ഥത്താൽ ലോകത്തോട് വിട പറയുന്നു. ലോകത്തിലെ മരണനിരക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? WHO കണക്കനുസരിച്ച് ഒരു സെക്കൻഡിൽ 2 പേർ ലോകത്തോട് വിട പറയുന്നു. ഒരു മിനിറ്റിൽ 115 പേർ ലോകത്തോട് യാത്ര പറയുന്നു. ഒരു മണിക്കൂറിൽ ഏതാണ്ട് 17,000-ഓളം പേർ ലോകത്തോട് യാത്ര പറയുന്നു. ഒരു ദിവസം 1,65,000 പേർ ലോകത്തോട് യാത്ര പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന കണക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസംഗം തുടങ്ങിയതിന് ശേഷം ഒരു സെക്കൻഡിൽ 2 പേർ എങ്കിൽ എത്ര പേർ മരിച്ചിട്ടുണ്ട്? എത്ര പേർ മരിച്ചിട്ടുണ്ട്? ഒരു വീട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. ഇന്ത്യയുടെ തലപ്പത്ത് ഉയർന്നു നിന്ന ഒരു അസാധാരണ ഭവനം.
48-ാമത്തെ വയസ്സിൽ ഭർത്താവ് ഹൃദയാഘാതത്താൽ മരിച്ചു. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാകും. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അംഗരക്ഷകരുടെ വെടിയേറ്റ് ഭാര്യ ചിതറി വീണു മരിച്ചു. മൂത്ത മകൻ ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരിച്ചു. ഇളയ മകൻ പെരുമ്പത്തൂരിൽ വെച്ച് ഭീകരാക്രമണത്തിൽ ചിതറി വീണു മരിച്ചു. ഈ മരണങ്ങളെ മൊത്തമെടുത്താൽ ഒരു കുടുംബത്തിലെ ഇത്രയും മരണങ്ങൾ അപ്രതീക്ഷിത ദുരന്തങ്ങളായിരുന്നില്ലേ?